ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളെ ഹോണ്ട ആക്റ്റീവ് വണ്ടിയുടെ എൻജിൻ വർക്കായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. എൻജിൻ വർക്ക് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു പോവുക, ഒരു പ്രാവശ്യം പിസ്റ്റൺ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എൻജിൻ വർക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കംപ്ലയിൻസ് ഉള്ള പാർട്സുകളുടെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടെ. ഏതൊക്കെ ഭാഗങ്ങളാണ് ഡാമേജ് വന്നേക്കണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആ വണ്ടിയുടെ എൻജിൻ്റെ ഭാഗം കേട്ടോ. ഇപ്പം നിലവിൽ നമുക്ക് സംഭവിച്ചാണ് കേസ് എന്ന് വെച്ചാൽ പിസ്റ്റണും സിലിണ്ടറും ഡാമേജിലേക്ക് എത്തിയിട്ടുണ്ട്. മെയിനായിട്ട് സംഭവിച്ചാണ് ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയിട്ട് പിസ്റ്റൺ സിലിണ്ടറിനകത്ത് പിടിച്ചേക്കാണ്. അപ്പം നിലവിൽ ഇനി ഒരു പ്രാവശ്യം ഇത് ബോറിങ് ചെയ്തേക്കണതാണ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യലടക്കില്ല, സിലിണ്ടർ പിസ്റ്റൺ മാറ്റാനാണ് പറ്റുള്ളൂ. അപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയിട്ട് വന്നേക്കണ കേസ് എന്ന് വെച്ചാൽ ഒന്ന് ക്യാം ഷാഫ്റ്റിൻ്റെ ഈ ബെയറിങ്ങിനൊക്കെ പ്ലേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് മാറ്റിയിടേണ്ടതുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഓയിൽ കത്താൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വാൽവിൽ എക്സോസ്റ്റ് വാൽവാണ് ഈ കാണുന്നത്. അതിനകത്ത് വാൽവിൽ കാർബൺ ഡെപ്പോസിറ്റ് ഇത്രയും വന്നിട്ടുണ്ട് അത്യാവശ്യം. അതുകൊണ്ട് തന്നെ ഈ സൈഡ് നമുക്ക് അതിൻ്റെ വാൽവിൻ്റെ ഗൈഡൊക്കെ കംപ്ലയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കുറച്ച് ഫ്രീ പ്ലേ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയും ഓയിൽ ഇറങ്ങി വരും. അപ്പോൾ ഹെഡിനകത്തും പ്രോബ്ലംസ് ഉണ്ട്. അതായത് വാൽവ് വർക്ക് ചെയ്യണത് ഈ ഭാഗത്താണ്. ഇൻലെറ്റ് വാൽവിന് അത്രയും പ്രശ്നമില്ല, പക്ഷേ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡൊക്കെ പ്ലേ കാണിച്ചിട്ട് ആ ഭാഗത്തും കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാൽവിൻ്റെ ഗൈഡും മാറ്റി വാൽവ് മാറ്റിയിട്ട് വേണം നമുക്കത് റീസെറ്റ് ചെയ്തെടുക്കാൻ. ഹെഡിൻ്റെ കേസിൽ ക്യാം ഷാഫ്റ്റിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് ബെയറിങ്ങിനാണ്. ഈ ഒരു ചെറിയ ബെയറിങ് മാത്രമാണ് പ്രശ്നം. പക്ഷെ നമുക്ക് മാറ്റുമ്പോൾ രണ്ടും കൂടി ചെയ്യാനാണ്, ചേഞ്ച് ചെയ്തിടാനേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അസംബ്ലി അടക്കം ഫുള്ളായിട്ട് മാറ്റാൻ നിൽക്കേണ്ടി വരും. ഇതിൻ്റെ റോക്ക് റാം സെറ്റൊക്കെ ആയാലും നോക്കുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. നിലവിൽ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ ഫസ്റ്റ് വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ബെയറിങ്, അങ്ങനത്തെ ലോഡ് എടുത്ത് ഓടുന്ന ഐറ്റംസ് അതൊക്കെയാണ്, ബെയറിങ്ങുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് വരാം. പിന്നെ അതുകൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ മാറുന്ന ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ക്ലച്ചിനകത്ത് 1-2 കംപ്ലയിൻറ്റ്സ് ക്ലച്ചിനകത്തുണ്ട്. അതായത് ക്ലച്ചിന് ബെൽറ്റ് വർക്ക് ചെയ്യുന്ന, അതായത് ഒരു പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ഒരു വീലാണ് ഈ ബാക്കിൽ വരാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അത് അഴിച്ച് ഗ്രീസിങ്ങൊക്കെ നടത്തി പോകുന്നത് അത്യാവശ്യമാണ്. ഇത് പ്രോപ്പറായിട്ടൊന്നും നടക്കണില്ല. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിച്ചാണ്. അതായത് വീലുകളെല്ലാം തന്നെ, അതായത് ഇതൊക്കെ ഓരോ ഇൻഡിവിജ്വൽ പാർട്സുകളാണ്, പക്ഷെ അതെല്ലാം ഒറ്റയടിക്ക് ഡാമേജിലേക്ക് പോയേക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും പ്ലേ കാണിക്കുകയാണ് ഇതിനകത്ത്. അതിൻ്റെ ഉള്ളിൽ അത്രയും തേമാനം ഉണ്ടെന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനെ അഴിച്ചെടുക്കാനും കിട്ടില്ല, നല്ലോണം തുരുമ്പിട്ട് ഫുൾ ടൈറ്റായിട്ട് ചെയ്യുക. സാധാരണ നമ്മളൊരു 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ഇത് ഫുള്ളായിട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ള ബുഷുകൾ തേമാനം വന്നിട്ട് നമ്മൾ മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ ഗ്രീസ് ചെയ്തൊക്കെ റീസെറ്റ് ചെയ്ത് പോവാറ്. അതായത് നമുക്ക് ക്ലച്ച് എന്ന് പറയുമ്പോൾ ഡ്രൈ ടൈപ്പാണ്. അതായത് CVT ക്ലച്ച് ബെൽറ്റ് വന്നത് കൊണ്ട് തന്നെ ഡ്രൈ ആണ്. നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് ക്ലച്ച് എന്ന് പറയുന്നത്, സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫാൾട്ടുകളൊക്കെയാണ് അത് വന്നേക്കണേ. ഇപ്പോൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വന്നത് നമുക്ക് ഓയിൽ ലെവലില്ലാത്തതുകൊണ്ട് വന്ന കേസാണ്. പക്ഷേ ഈ ക്ലച്ചിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധക്കുറവിൽ വന്ന കേസാണ്. കാരണം അത് ഇടയ്ക്ക് നമ്മൾ സർവീസിനകത്ത് കൃത്യമായിട്ട് കയറ്റാം, സർവീസ് കൃത്യമായിട്ട് ചെയ്യണ വണ്ടികളിൽ ഈ കംപ്ലയിൻറ്റ് വരാറില്ല. അതായത് കംപ്ലയിൻറ്റ് ചെറുതായിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ആ പിന്നൊക്കെ തേമനം തന്നെ അപ്പോൾ തന്നെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്ത് പോകാറ്. ഇതിപ്പോൾ നമ്മൾ ഫുൾ സെറ്റ് തന്നെ മാറേണ്ടി വരും. അതായത് ഈ വീൽ മാറണം, ഇത് മാറണം, കപ്പ്, അതിൻ്റെ ഉള്ളിലാണ് ഓയിൽ സീൽ, റോളർ, പിന്നെ സംഭവം മാറ്റിയാലാണ് അപ്പോൾ അത് വർക്കിംഗ് ആക്കാൻ പറ്റുള്ളൂ. കാരണം അതല്ലെങ്കിൽ ബെൽറ്റിനും ഡാമേജാണ്. ഓൾറെഡി ബെൽറ്റ് ഡാമേജിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന വീലാണത്, വേരിയേറ്റർ ബോഡി എന്ന് പറയും. അതും അലുമിനിയാണ്. അതിൻ്റെന്ന് പറയുമ്പോൾ ഈ സൈഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സൈഡിലെ ബെൽറ്റ് വർക്ക് ചെയ്തവർക്ക് ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ക്ലിയറായിട്ട് എൻജിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് കയറ്റാനാണ് പറ്റുള്ളൂ. ഇതിപ്പോൾ എന്തായാലും ചെയ്യാണ്ട് പറ്റില്ല. ഇത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ പറയണോ, അത് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്ത് കയറ്റാനാണെങ്കിൽ, അതൊക്കെ മാറ്റിയാണ് കയറ്റാണെങ്കിൽ പിന്നീട് എൻജിനുമായിട്ട് വേറെ വർക്ക് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റോളറുകളാണ്. റോളർ വെയിറ്റൊക്കെ ഇവിടെ നോക്കുമ്പോൾ തേമാനൊക്കെ വന്നിട്ട് ഓൾറെഡി ഇവിടെ പൊട്ടി തുടങ്ങിയുണ്ട് സൈഡ്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഈ വീലും ബുഷ് സെറ്റുകളൊക്കെ മാറ്റാൻ പറഞ്ഞതിൻ്റെ കേസിട്ടോ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബെൽറ്റ് കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്കൊക്കെ നോക്കുമ്പോൾ പൊട്ടൽ വീണങ്ങനെയുണ്ട്. കാരണം ഞാൻ ഈ ബാക്കിലെ ഇതിൻ്റെ ഉള്ളിലാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ടൈറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബെൽറ്റ് ഓവറായിട്ട് തേമാനം വരും. അതിനേക്കാളുപരി വന്ന കംപ്ലയിൻറ്റുകളാണ് ഇതൊക്കെ. നോർമലിൽ നമുക്കൊരു ഏകദേശം ഒരു 30,000 കിലോമീറ്ററൊക്കെ സാധാരണ രീതിയിൽ ഒരു പ്രാവശ്യം മാറ്റി കഴിഞ്ഞാൽ 30,000 കിലോമീറ്ററൊക്കെ ഓടിക്കാൻ കിട്ടാറുണ്ട് ബെൽറ്റ്, നോർമൽ സ്റ്റേജിൽ കേട്ടോ. ഓവർ ലോഡ് വെച്ച് ഓടുന്ന വണ്ടിയൊന്നുമല്ല, നോർമൽ സാധാരണ രീതിയിലൊക്കെ ഓടുന്ന വണ്ടികളിൽ സാധാരണ രീതിയിൽ ഒരു 30,000 കണ്ണടച്ച് നമുക്ക് എന്തായാലും കിട്ടാറുണ്ട്. നിലവിൽ ഈ വർക്കുകളൊക്കെ ചെയ്താലാണ് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഓയിൽ കുറഞ്ഞു ഓടിയത് കൊണ്ട് വന്നേക്കണ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ, മെയിനായിട്ട് വന്നേക്കണ കേസ് എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൺ കണക്ടറോടായിട്ട് കണക്ട് ചെയ്തിട്ട് വരാം. അതായത് ഇതിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റാണ്.
അതുമെയാണ് നമ്മൾ ഈ പിസ്റ്റണൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സിലിണ്ടർ കണക്ട് ചെയ്ത് അങ്ങനെ ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഈ കണക്ടർ റോഡിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഉണ്ടോ അത് ഇത്രയും പ്ലേയാണ് ഇതിനകത്ത് കാണിക്കുക. അപ്പോൾ അത് ക്ലിയർ ആക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ട് ഫുൾ എൻജിൻ വർക്കായിട്ട് ചെയ്താൽ തന്നെയാണ് നമുക്കൊരു ഗ്യാരണ്ടീനകത്ത് പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ എൻജിൻ ഇതിപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് അഴിച്ച് ലെയ്ത്തിൽ കൊടുത്ത് സെറ്റ് ചെയ്ത് കിട്ടും. അത് നമുക്ക് 1 വർഷത്തെ ഗ്യാരണ്ടിയിൽ ചെയ്ത് കിട്ടും. 1 വർഷം കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരുമെന്നല്ല, പക്ഷേ 1 വർഷത്തെ ഗ്യാരണ്ടിയിൽ നമുക്ക് ചെയ്ത് കിട്ടും. അതിന് ശേഷം വേണം നമുക്ക് സിലിണ്ടർ പിസ്റ്റണൊക്കെ സെറ്റ് ചെയ്ത് ബാക്കിയത്തെ കംപ്ലൈൻറ്റൊക്കെ റെഡിയാക്കിയിട്ട് ഈ ഭാഗങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് പോകാം. അതല്ലെങ്കിൽ എന്ത് പറ്റും വെച്ചാൽ ബാക്കിയതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്താലും ഈ കിടക്കുന്ന ഐറ്റം ഓയിലില്ലാതെ ഒരു പ്രാവശ്യം തന്നെ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പ്ലേ ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കണക്ടർ റോഡിൻ്റെ ബെയറിങ്ങിന് കംപ്ലൈൻറ്റ് വന്നാൽ ഓൾറെഡി നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്ന സിലിണ്ടർ പ്രശ്നമൊക്കെ ഫസ്റ്റ് തന്നെ പോകും. ബാക്കിയത്തെ കംപ്ലൈൻറ്റുകൾ വീണ്ടും റിപ്പീറ്റ് അതേപോലെ തന്നെ വരും. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം അഴിച്ച് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സിലിണ്ടർ പിസ്റ്റണും കാര്യങ്ങളൊക്കെ മാറ്റി ബാക്കിയത്തെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ചെയ്തു പോകേണ്ടത്. അപ്പോൾ അതും പ്രകാരം ഞാനൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അഴിക്കണില്ല, ഈ രീതിയിൽ അഴിച്ച് നിർത്തിയേക്കാണ്. പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മളത് അഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ അത് വീഡിയോ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയാം. അതനുസരിച്ച് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് ആകാം. എസ്റ്റിമേറ്റ് പ്രകാരം നോക്കിയിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാനാണ് പറ്റുള്ളൂ. കാരണം വണ്ടിക്ക് ഒരുവിധം പഴക്കമുണ്ട്. വണ്ടിയുടെ പഴക്കവും ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിക്കുള്ള മെയിൻ്റനൻസിന് അത്യാവശ്യം കോസ്റ്റ് വരും. എൻജിൻ വർക്കൊക്കെ ആകുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരും. അപ്പോൾ അതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മളൊരു എസ്റ്റിമേറ്റ് റെഡിയാക്കാം. അതും പ്രകാരം ഞാൻ എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.